ധാരാളം സംശയങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാരിന്റെ നിലപാടുകളെ സംബന്ധിച്ചുണ്ടാവുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഒരു ഹിന്ദു ക്ഷേത്രമായതുകൊണ്ടല്ലേ ഈ തരത്തിൽ ഇങ്ങനെയുള്ള ഒരു ലാഘവ സമീപനം സർക്കാർ സ്വീകരിക്കുന്നത്? മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സമീപനം, ഇത്രയും ലാഘവ സമീപനം സർക്കാർ സ്വീകരിക്കുമായിരുന്നു. അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്തു ആവാം എന്നുള്ള സമീപനം, ആ സമീപനമാണ് സർക്കാർ എടുക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളും ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളും, ആ വിശ്വാസങ്ങൾ മാനിക്കേണ്ടതില്ല, ആ വിശ്വാസങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള സമീപനം സർക്കാർ എടുത്തുകൊണ്ടാണ് ഇപ്പൊ സർക്കാർ പറയുന്നത് അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഈ കാര്യത്തിൽ വസ്തുതകൾ അവർക്ക് കൃത്യമായിട്ടറിയാം. അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ മൗനം പാലിച്ചതുകൊണ്ട് അവർക്ക് ഈ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഇതെല്ലാം അറിഞ്ഞിട്ട് 3 മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും ഇയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരു കേസിൽ പ്രതിയായിട്ടുള്ള, പോലീസ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രതിയെയാണ് ഈ സ്വർണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് പണി നടത്താൻ വേണ്ടിയിട്ട്. എങ്ങനെ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പറ്റും? അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, അതിലൂടെ സത്യം പുറത്തുവരാൻ, അതിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാകുമോ? ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. സർക്കാരിൽ തന്നെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കാളികളാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, അതല്ല ശരി, കേന്ദ്ര ഏജൻസി വേണ്ട, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ആ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് സർക്കാർ തയ്യാറാകുമോ? സർക്കാർ ഈ കാര്യത്തിൽ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരുടെ, ക്ഷേത്രവിശ്വാസികളുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും, ആ അഭിപ്രായങ്ങൾ പരിഗണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.